അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 3. ഒരു ദിവസം പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ജന്മനാ മുടന്തനായ ഒരാളെ അവിടേക്ക് ചിലർ ചുമന്നുകൊണ്ടുവന്നു. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാൻ സുന്ദരം എന്ന ദേവാലയ കവാടത്തിൽ അവർ അയാളെ എന്നും കിടത്തുമായിരുന്നു. ദേവാലയത്തിലേക്ക് പോകുന്ന പത്രോസിനെയും യോഹന്നാനെയും കണ്ട് അയാൾ ഭിക്ഷ യാചിച്ചു. അവർ അയാളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട്, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഭിക്ഷ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച് അയാൾ അവരെ ശ്രദ്ധിച്ചു നോക്കി. എന്നാൽ പത്രോസ് അയാളോട്, എൻ്റെ കൈവശം വെള്ളിയും പൊന്നുമില്ല, എന്നാൽ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. അയാളുടെ വലതു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഉടൻ അയാളുടെ പാദങ്ങളും കണങ്കാലുകളും ബലപ്പെട്ടു. അയാൾ ചാടി എണീറ്റ് നടന്നും തുള്ളിച്ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അയാൾ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും എല്ലാവരും കണ്ടു. അയാൾ ദേവാലയത്തിൻ്റെ സുന്ദരം എന്ന കവാടത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ആളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അയാൾക്ക് സംഭവിച്ചതിൽ അവർ ആശ്ചര്യവും വിസ്മയവും നിറഞ്ഞവരായി തീർന്നു. അയാൾ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം ആശ്ചര്യത്തോടെ ശലോമോന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്തേക്ക് ഓടിക്കൂടി. ഇത് കണ്ടപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞത്, ഇസ്രായേൽ ജനമേ, ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഈ മനുഷ്യനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്തിന്? പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ് നിരാകരിച്ചു. എന്നാൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ അവിടുത്തെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. നിങ്ങളോ പരിശുദ്ധനും നീതിമാനുമായവനെ നിഷേധിച്ച് കൊലപാതകനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. ജീവൻ്റെ രചയിതാവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ആ നാമത്തിലുള്ള വിശ്വാസത്താൽ യേശുവിൻ്റെ നാമം തന്നെയാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ ബലപ്പെടുത്തിയിരിക്കുന്നത്. ആ യേശുവിലൂടെ വരുന്ന വിശ്വാസമാണ് നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഈ മനുഷ്യന് പരിപൂർണ ആരോഗ്യം നൽകിയത്. ഇപ്പോൾ സഹോദരങ്ങളെ, നിങ്ങളുടെ നേതാക്കന്മാരെ പോലെ നിങ്ങളും അജ്ഞത മൂലമാണ് യേശുവിനോട് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് എല്ലാ പ്രവാചകരിലൂടെയും ദൈവം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിവിൻ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. പൂർവ്വകാലം മുതൽ ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകരിൽ കൂടി അരുളി ചെയ്തതെല്ലാം പുനഃസ്ഥാപിതമാകുന്ന കാലം വരെ സ്വർഗം യേശുവിനെ സ്വീകരിക്കേണ്ടതാണ്. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അദ്ദേഹം നിങ്ങളോട് പറയുന്ന സകലത്തിലും നിങ്ങൾ തൻ്റെ വാക്കനുസരിക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏതൊരു വ്യക്തിയും ജനത്തിൻ്റെ ഇടയിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെടും എന്ന് മോശ പറഞ്ഞല്ലോ. അപ്രകാരം തന്നെ ശമൂവേൽ മുതലുള്ള എല്ലാ പ്രവാചകരും ഈ കാലത്തെക്കുറിച്ച് ഉദ്ഘോഷിച്ചിട്ടുണ്ടല്ലോ. ഭൂമിയിലെ സകല കുടുംബങ്ങളും നിന്റെ സന്താനം മൂലം അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. നിങ്ങൾ ആ പ്രവാചകരുടെ മക്കളും ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയിൽ ഉൾപ്പെടുന്നവരും ആണ്. നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കേണ്ടതിന് ദൈവം തൻ്റെ ദാസനായ യേശുവിനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു.